അപ്പം അച്ഛൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ടോപ്പിക് ഡു വി നീഡ് ഗോഡ് ടു എക്സ്പ്ലെയിൻ റിയാലിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ റിയാലിറ്റി എന്താണ് എന്നുള്ളത് വിഷയമാണ്. ഞാൻ ഇവിടെ മെയിൻ ആയിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ റിയാലിറ്റിയെ പറ്റിയാണ്. അതല്ലാതെ തന്നെ റിയാലിറ്റി ആസ് എ ഹോൾ എടുക്കുമ്പം വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ഫ്രീ ഫ്ലോ ഡിസ്കഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ മെയിൻ ആയിട്ട് ഞാനിപ്പോൾ എൻ്റെ പ്രസന്റേഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ഫിസിക്കൽ റിയാലിറ്റിയെ പറ്റിയാണ്. ഓക്കെ, സോ ഞാൻ നാച്ചുറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നാച്ചുറലിസം ആണ്. നാച്ചുറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസൽ റിയാലിറ്റിയിൽ, കാര്യകാരണ ബന്ധങ്ങളിൽ നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് മാത്രമേ ഉള്ളൂ. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് കോസൽ റിലേഷൻസിൽ ഏർപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യൂ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി തീയിസം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദർ ഇസ് എൻ ഓംനിപൊട്ടന്റ് ഓംനിഷ്യന്റ് ഗോഡ്, ദാറ്റ്സ് എ മൈൻഡ്, ഒരു ഫ്രീ ഏജന്റ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഏജന്റ് ഇസ് ഓംനിപൊട്ടന്റ് ഓംനിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓംനി പ്രോപ്പർട്ടീസ്. ഐ തിങ്ക് നമ്മുടെ ഓഡിയൻസ് എല്ലാവരും വുഡ് ബി ഫെമിലിയർ വിത്ത് ദാറ്റ് കോൺസെപ്റ്റ് ബൈ നൗ. ഞാൻ അതിലേക്ക് അധികം കറക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേൾഡ് വ്യൂസ്. ഇതിനകത്ത് ഇപ്പം ഈ പറയുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ എൻറ്റിറ്റി ആണ് തീയിസത്തിൽ വരുന്നത്. ഈ ഒരു ഫിസിക്കൽ റിയാലിറ്റി ഉണ്ടെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. അതിനകത്തൊരു അഡീഷണൽ എൻറ്റിറ്റി ആയിട്ടാണ് ദൈവം വരുന്നത്. അപ്പൊ ആ ഒരു എൻറ്റിറ്റി വരുന്നതിലൂടെ എന്തെങ്കിലും എക്സ്പ്ലാനറ്ററി വെർച്യൂ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വ്യൂവിൽ ശാസ്ത്രത്തിന്റെ റോൾ എന്താണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. എൻ്റെ വ്യൂവിൽ എന്തായാലും നാച്ചുറൽ എൻറ്റിറ്റീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശാസ്ത്രത്തിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസൽ റിലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സിനേറിയോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇവന്റ് ഉണ്ട്, ഒരു ഫിനോമിനൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇവന്റോ ഫിനോമിനോ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്, വാട്ട് ആർ ദി കോസൽ എക്സ്പ്ലനേഷൻസ് ഫോർ ദാറ്റ് എന്നുള്ളതാണ് ശാസ്ത്രം അന്വേഷിക്കുന്നത്. അതാണ് ശാസ്ത്രം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്കൊരു എന്തൊരു നാച്ചുറൽ ആയിട്ടൊരു ഫിനോമിനൻ ഉണ്ടെങ്കിലും ആ ഫിനോമിനന് പുറകിലുള്ള സാധനം നമുക്ക് ശാസ്ത്രത്തിലൂടെ അന്വേഷിക്കാൻ പറ്റും, ശാസ്ത്രത്തിന് അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ കോസൽ എക്സ്പ്ലനേഷൻസ് ശാസ്ത്രത്തിന് തരാൻ പറ്റും എന്നുള്ളതാണ്. കോസൽ എക്സ്പ്ലനേഷൻസ് ആണ് കേട്ടോ. വേറെ മറ്റുള്ള തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ഒരുപാടുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കോസൽ എക്സ്പ്ലനേഷൻസ് ശാസ്ത്രത്തിന് തരാൻ പറ്റും എന്നുള്ള വ്യൂ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോസൽ എക്സ്പ്ലനേഷൻസും ഈ ഒരു നാച്ചുറൽ എൻറ്റിറ്റീസും ഉപയോഗിച്ച് നമ്മളുടെ റിയാലിറ്റിയിലുള്ള ഒട്ടുമിക്ക ഫാക്ട്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ബെറ്റർ ദാൻ തീയിസം. നമ്മളൊരു ദൈവത്തെ കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. അത് ഞാനൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. ഉദാഹരണത്തിന് നമുക്കൊരു ദൈവം ഉണ്ടെന്ന് വെക്കാം. ആ ദൈവം ഒരു വളരെ നല്ല ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവമാണ്. ആ ദൈവത്തിന് റെയിൻബോ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് ഈ റെയിൻബോ എന്ന് പറയുന്നത്. ഈ റെയിൻബോയ്ക്ക് രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് അതിന്റെ ഒരു ഫിസിക്കൽ സൈഡാണ്, അതായത് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ബിഹൈൻഡ് റെയിൻബോ ആണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ് ഡിഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരു സൈഡ്. പിന്നെ ഉള്ളത് അതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് സൈഡാണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടി എന്ന് പറയുന്ന സൈഡാണ്. അപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഒരു സയന്റിഫിക് സൈഡ്, പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷനോ എക്സ്പ്ലാനറ്ററി കോൺട്രിബ്യൂഷനോ ഈ സയന്റിഫിക് സൈഡിനോട് ഈ ദൈവം ചെയ്യുന്നില്ല ശരിക്കും. ദൈവം ചെയ്യുന്നത് പറഞ്ഞാൽ റെയിൻബോ ഒരു ബ്യൂട്ടിഫുൾ സംഭവമാണ്, വളരെ സ്പെക്ടാക്കുലർ സാധനമാണ്, അതുകൊണ്ട് ദൈവം റെയിൻബോ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പ്ലാനറ്ററി കണക്ഷനാണ് റെയിൻബോ ആയിട്ട് ദൈവത്തിന് ഉണ്ടാവുക. റൈറ്റ്. ഇപ്പം അതവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള റെയിൻബോ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് ഈ പറയുന്ന ഫിസിക്കൽ ലോസും ഈ പറയുന്ന ഈ ഡിഫ്രാക്ഷൻ പോലുള്ള ഫിനോമിനൻസ് ഉപയോഗിച്ച് അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ദൈവത്തിന് പല ഓപ്ഷൻസ് ഉണ്ട്, ദൈവത്തിന് ഇഷ്ടമുള്ള ഓപ്ഷൻസ് എടുക്കായിരുന്നു. ഈ ഒരു ഓപ്ഷൻ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഗോഡ് ഡസന്റ് എക്സ്പ്ലെയിൻ ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഫാക്ട്സ് ബിഹൈൻഡ് റെയിൻബോ എന്നുള്ളത്. അപ്പം ഒരു നാച്ചുറലിസ്റ്റിന് എത്രത്തോളം നന്നായിട്ടാണോ ഈ ഫിസിക്കൽ ഫാക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രയും നന്നായിട്ട് തന്നെ ആയിരിക്കും ഒരു തീയിസ്റ്റിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. കാരണം ദൈവം ഇതിനകത്ത് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും നടത്തുന്നില്ല. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് വി ആർ എക്സ്പ്ലെയിനിങ് ഓൾ ദി ഫിസിക്കൽ ഫാക്ട്സ് അബൌട്ട് റെയിൻബോ, then we are pretty much explaining all the facts that are needed to be explained about rainbow. ഇപ്പൊ റെയിൻബോയുടെ ഈ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവം, ഇറ്റ് ക്യാൻ ജസ്റ്റ് ബി റെഡ്യൂസ് ടു ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഫാക്ട്സ്. ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫാക്ട്സ് ഒരു ഡിഫ്രാക്ഷൻ പോലുള്ള ഒരു ഫിനോമിനൻ നടക്കുമ്പോൾ റെയിൻബോ എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ വരുന്നു. അതിന്റെ ഈ ഒരു ഫിസിക്കൽ ഫാക്ട്സിന്റെ തന്നെ ബലമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനം. അതിന്റെ ഒരു ഒബ്സർവർ കാണുമ്പോൾ വരുന്ന ഒരു ഫിനോമിനൻ ആണ്. അത് വളരെ ഫിസിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ബ്യൂട്ടി എന്നൊരു സംഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വി ക്യാൻ റെഡ്യൂസ് ബ്യൂട്ടി ടു ദി ഫിസിക്കൽ ഫാക്ട്സ്. ഒരു കെമിക്കൽ റിയാക്ഷൻസും ഫിസിക്കൽ റിയാക്ഷൻസിലേക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
റൈറ്റ്. സോ ഞാൻ പറഞ്ഞു വന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അബൌട്ട് റിയാലിറ്റിയും നമുക്ക് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഫിസിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ടു ഈ പറയുന്ന ഫാക്ട്സ്, റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ ഒരു നാച്ചുറൽ എൻറ്റിറ്റീസ് മാത്രമുള്ള ഈ ഒരു ലോകവീക്ഷണം ഉപയോഗിച്ച് തന്നെ നമുക്ക് എല്ലാ ഫാക്ട്സും സഫീഷ്യൻ്റ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്.